AI മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മൈസൂറിലേക്കുള്ള യാത്രക്കിടയിലാണ് തളിപ്പറമ്പിലെ ശ്രീ രാജരാജേശ്വര ക്ഷേത്രം സന്ദർശിക്കാൻ അവസരം ലഭിച്ചത്. ഞങ്ങൾ സഞ്ചരിച്ച വാഹനം ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തതിനു ശേഷം ക്ഷേത്രത്തിലേക്ക് നടക്കുവാൻ ആരംഭിച്ചു. ദൂരത്തുനിന്നു തന്നെ ക്ഷേത്രവും പരിസരവും വ്യക്തമായി കണ്ടു തുടങ്ങും. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന മഹാശിവക്ഷേത്രമാണ് രാജരാജേശ്വര ക്ഷേത്രം. പരബ്രഹ്മസ്വരൂപിയായ രാജരാജേശ്വരന്റെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ശിവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ശങ്കരനാരായണ ഭാവത്തിലും ആരാധിക്കുന്നു. കേരളത്തിലെ പുരാതനമായ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നായി ഈ ക്ഷേത്രം കരുതപ്പെടുന്നു. ദക്ഷിണ ഭാരതത്തിലെ ശിവക്ഷേത്രങ്ങളിൽ ഈ ക്ഷേത്രത്തിന് പ്രധാന സ്ഥാനമുണ്ട്. തെക്കേ ഇന്ത്യയിലെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ഉണ്ടാവുന്ന ദേവപ്രശ്ന പരിഹാരങ്ങൾക്കായി ഇവിടെ വന്ന് ദേവദർശനം നടത്തുകയും കാണിക്ക അർപ്പിച്ച് ദേവപ്രശ്നം വയ്ക്കുന്നതും ക്ഷേത്രാചാരമായി കരുതുന്നു. പെരിഞ്ചല്ലൂർ, പെരുന്തൃക്കോവിൽ, തളിപ്പറമ്പ് ക്ഷേത്രം എന്നീ പേരുകളിൽ ചരിത്രത്താളുകളിൽ ഇടം നേടിയിട്ടുള്ള മഹാക്ഷേത്രമാണ് രാജരാജേശ്വര ക്ഷേത്രം. ഏറ്റവും പുരാതനമായ ശക്തിപീഠങ്ങളിലൊന്നായി തളിപ്പറമ്പ് കരുതപ്പെടുന്നു. സതിയുടെ സ്വയം ദഹനത്തിനും ശിവന്റെ താണ്ഡവ നൃത്തത്തിനും ശേഷം സതിയുടെ തല വീണത് ഇവിടെയാണ് എന്ന് കരുതപ്പെടുന്നു. ഈ ക്ഷേത്രത്തിലെ ശിവലിംഗത്തിന് ആയിരക്കണക്കിന് വർഷത്തെ പഴക്കമുണ്ട്. ഞങ്ങൾ വീണ്ടും മുമ്പോട്ട് നടന്ന് ക്ഷേത്ര മതിൽക്കെട്ടിൻ്റെ വശം ചേർന്ന് നടന്നു തുടങ്ങി. വെട്ടുകല്ലിൽ പണിതീർത്തിട്ടുള്ളതാണ് മതിൽ. അതുകൊണ്ട് തന്നെ കാഴ്ചയ്ക്ക് മനോഹരവുമാണ്. ക്ഷേത്രത്തിൻ്റെ മുൻവശത്തായി തന്നെ ക്ഷേത്രക്കുളവുമുണ്ട്. കുളത്തിലേക്ക് ഇറങ്ങാനായി ധാരാളം നടകളുമുണ്ട്. ക്ഷേത്രക്കുളവും പിന്നിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന പ്രവേശന കവാടത്തിൽ എത്തിച്ചേർന്നു. വെട്ടുകല്ലിൽ പണിതീർത്തിട്ടുള്ളതാണ് കവാടം. പുരാതന രീതിയിൽ ഇന്നും നിലനിൽക്കുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രവേശന കവാടം വഴി ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു. ക്ഷേത്ര കവാടം കടന്ന് ചെന്നെത്തുന്നത് തിരുമുറ്റത്താണ്. തിരുമുറ്റവും കഴിഞ്ഞ് നാലമ്പലം സ്ഥിതി ചെയ്യുന്നു. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നു വ്യത്യസ്തമായി ഈ ക്ഷേത്രത്തിൽ കൊടിമരം ഇല്ല എന്നൊരു പ്രത്യേകതയുണ്ട്. കൊടിമരം ഇല്ലാത്തതിനാൽ കൊടിയേറ്റ് ഉത്സവങ്ങളോ ആറാട്ട് എഴുന്നള്ളത്തുകളോ പതിവില്ല. ഭഗവാൻ രാജരാജേശ്വരൻ്റെ ശൈവ സാന്നിധ്യത്തിന് ബലമേകാൻ ശിവരാത്രിയും ശങ്കരനാരായണ സങ്കല്പമാണെന്ന് കരുതാനായി വിഷുവും ഇവിടെ വിശേഷ ദിവസമായി ആഘോഷിക്കുന്നു. നാലമ്പലത്തിനുള്ളിലേക്ക് പുരുഷന്മാർക്ക് മാത്രമാണ് എപ്പോഴും പ്രവേശനമുള്ളത്. സ്ത്രീകൾക്ക് എല്ലാ സമയങ്ങളിലും ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശനമില്ല.
ശിവരാത്രിക്ക് മാത്രമാണ് സ്ത്രീകൾക്ക് മുഴുവൻ സമയവും നാലമ്പലത്തിനുള്ളിൽ പ്രവേശിച്ച് രാജരാജേശ്വരനെ തൊഴുന്നതിനുള്ള അനുവാദം ഉള്ളൂ. അല്ലാത്ത ദിവസങ്ങളിൽ രാത്രി അത്താഴപൂജയ്ക്ക് ശേഷം മാത്രമേ പാടുള്ളൂ. കേരളത്തിലെ പുകൾപെറ്റ മഹാക്ഷേത്രങ്ങളുടെ പട്ടികയിൽ പ്രഥമ സ്ഥാനത്തിന് ഉതകും വണ്ണമാണ് ഇവിടുത്തെ ക്ഷേത്ര നിർമ്മിതി. ക്ഷേത്ര മതിലകത്തിൻ്റെയും ദീർഘചതുരാകൃതിയിലുള്ള ഇവിടുത്തെ ശ്രീകോവിലിൻ്റെയും നിർമ്മാണ ചാരുത വളരെ പ്രത്യേകതയേറിയതാണ്. 2 തട്ടുകളിലായി നിർമ്മിച്ചിരിക്കുന്ന ശ്രീകോവിലും അതിനു മുൻപിലുള്ള വളരെ വലിപ്പമേറിയ നമസ്കാര മണ്ഡപവും വളരെ മനോഹരമാണ്. മഹാഭാരതം, രാമായണം തുടങ്ങിയ കൃതികളിൽ നിന്നുള്ള മനോഹരമായ കൊത്തുപണികൾ ഈ മണ്ഡപത്തിലുണ്ട്. അസാമാന്യ വലിപ്പമുള്ള ശിവലിംഗമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ഏകദേശം വൈക്കത്തെ ശിവലിംഗത്തിനടുത്ത് വലിപ്പം ഇതിനുണ്ട്. കിഴക്കോട്ടാണ് ദർശനം. രാജരാജേശ്വര സങ്കല്പമായതിനാൽ പാർവതി, ഗണപതി, സുബ്രഹ്മണ്യൻ, അയ്യപ്പൻ എന്നിവരും ശിവനോടൊപ്പം കുടികൊള്ളുന്നതായി പറയപ്പെടുന്നു. ഇവർക്കെല്ലാം ശ്രീലകത്ത് സങ്കല്പ പൂജകളുമുണ്ട്. ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠയായ പരമശിവന് നേദിക്കുവാനായി ചെറിയ മൺപാത്രങ്ങളിൽ നെയ്യ് ക്ഷേത്രത്തിലെ സോപാനപ്പടിയിൽ വയ്ക്കുന്നതാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. ഇതിനെ നെയ്യമൃത് എന്ന് പറയുന്നു. ഇങ്ങനെ കിട്ടുന്ന നെയ്യ് അഭിഷേകത്തിനും വിളക്കിനും ഉപയോഗിക്കുന്നു. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ രാജരാജേശ്വര സങ്കല്പത്തിൽ പരമശിവനാണ് എങ്കിലും ശൈവ വൈഷ്ണവ സങ്കല്പങ്ങൾ കൂടിച്ചേർന്ന ആരാധനാമൂർത്തിയാണ് എന്ന് മറ്റൊരു അഭിപ്രായമുണ്ട്. തൃച്ചംബരം ക്ഷേത്രത്തിൽ നിന്ന് ശ്രീകൃഷ്ണന്റെ എഴുന്നള്ളത്ത് രാജരാജേശ്വര ക്ഷേത്രത്തിൽ വരുന്ന അവസരത്തിൽ ഇവിടുത്തെ മൂർത്തിയെ ശങ്കരനാരായണനായി സങ്കല്പിച്ച് ആരാധിച്ചു വരുന്നു. അതുപോലെ തന്നെ ശിവനെന്ന സങ്കല്പം മുഖ്യമാണെങ്കിലും കൂവളത്തില ഈ ക്ഷേത്രത്തിലെ പൂജയ്ക്കെടുക്കുന്നതിന് വിലക്കുണ്ട്. തുളസിയാണ് ഇവിടുത്തെ പ്രധാന പൂജാപുഷ്പം. സാധാരണ ശിവക്ഷേത്രങ്ങളിലെ വിശേഷ ദിവസം തിങ്കളാഴ്ചയാണെങ്കിൽ ബുധനാഴ്ചയാണ് ഇവിടുത്തെ പ്രധാന ദിവസം. പ്രദോഷവ്രതം ഇവിടെ ആചരിക്കപ്പെടുന്നില്ല. അതുപോലെ തന്നെ ശിവരാത്രി ദിവസവും ഇവിടെ ധാര പതിവില്ല. പ്രധാന മൂർത്തിക്ക് പുറമെ ഉപദേവതകളായി പാർവതി, ഗണപതി, സുബ്രഹ്മണ്യൻ, മഹാകാളൻ, ചിറവക്കിൽ ശ്രീകൃഷ്ണൻ, നന്ദികേശൻ, യക്ഷി, വൃഷഭൻ, പുറത്ത് ഭൂതനാഥൻ എന്നീ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി ഞങ്ങൾ പുറത്തേക്ക് നടന്നു.